ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് നാഗമാണിക്യത്തെക്കുറിച്ചാണ്. നാഗമാണിക്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? എന്താണ് നാഗമാണിക്യം എന്നും ഈ ലോകത്ത് നാഗമാണിക്യം എന്നൊരു വസ്തുത കണ്ടെത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും നാഗങ്ങളുടെ കൂട്ടിൽ നിന്നും മാണിക്യം കണ്ടെത്തിയ സത്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. ആയതിനാൽ പാമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും എൻ്റെ സ്നേക്ക് റെസ്ക്യൂവും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മാത്രവുമല്ല, പാമ്പിൻ്റെ മാളത്തിൽ നിന്നും എങ്ങനെ നാഗമാണിക്യം എന്ന് കരുതപ്പെടുന്ന വസ്തുത കണ്ടെത്തുന്നു എന്ന സത്യത്തെക്കുറിച്ചും അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ കാണുന്നതാണ് രാജവെമ്പാലയുടെ തലയിൽ വിഷം ഉറഞ്ഞുകൂടിയുണ്ടായ നാഗമാണിക്യം. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയണ്ടേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പുരാതന ഭാരതത്തിലെ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിശിഷ്ട രത്നമാണ് നാഗമാണിക്യം. പാതാളത്തിലെ നാഗലോകത്തിലെ 9 തരം നാഗങ്ങളുടെ തലയിൽ ഈ രത്നം കാണപ്പെടുന്നതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. നാഗമണി, നാഗരത്നം, നാഗറൂബി എന്നിങ്ങനെ പല പേരുകളിലും നാഗമാണിക്യത്തെ അറിയപ്പെടുന്നുണ്ട്. നാഗങ്ങളുടെ തലയിൽ കാണപ്പെടുന്ന ഈ മാണിക്യത്തിൻ്റെ അല്ലെങ്കിൽ രത്നത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സഹായത്തിലാണ് പാമ്പുകൾ രാത്രി സഞ്ചരിക്കുന്നത് എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. പിന്നെ പാമ്പുകൾ രാത്രി ടോർച്ച് ഉപയോഗിച്ചല്ലേ സഞ്ചരിക്കുന്നത്? പാമ്പുകൾക്ക് കാഴ്ചശക്തി തീരെ കുറവാണ്. അവ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവയുടെ ത്വക്കുകൊണ്ടും നാവുകൊണ്ടും മാത്രമാണ്, അല്ലാതെ ടോർച്ച് ഉപയോഗിച്ചിട്ടല്ല. ഒട്ടുമിക്ക പാമ്പുകൾക്കും അവയുടെ 1-2 മീറ്റർ ചുറ്റളവിൽ ചലിക്കുന്ന വസ്തുവിനെ മാത്രം ഒരു നേരിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് വിഷനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ രാജവെമ്പാലയ്ക്കും ചേരയ്ക്കും മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് നല്ല കാഴ്ചശക്തിയുണ്ട്. വിഷയം മാറുന്നില്ല, നാഗമാണിക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്ന ഇത്തരം രത്നങ്ങൾ ചില ആപത്ഘട്ടങ്ങളിൽ അവ വിഴുങ്ങാറുണ്ടെന്നും എന്നാൽ ദാഹജലം കുടിക്കുമ്പോഴോ ആഹാരം കഴിക്കുമ്പോഴോ അവ തറയിൽ വയ്ക്കാറുണ്ടെന്നും ആ തക്കം നോക്കി ആരെങ്കിലും അവ കൈക്കലാക്കിയാൽ നാഗങ്ങൾ സ്വയം തല തല്ലി ചാകുമെന്നും ഒരു വിശ്വാസമുണ്ട്. നാഗമാണിക്യം കൈക്കലാക്കുന്ന ആളിന് സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുമെന്നും ആഗ്രഹിച്ചതെന്തും നേടാൻ സാധിക്കുമെന്നും ചില തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾ അവയുടെ തലയിൽ സൂക്ഷിക്കുന്ന നാഗമാണിക്യത്തിന് ഒരു ചെറുപ്പഴത്തിൻ്റെ വലിപ്പമുണ്ടെന്നും അവ പനിനീരിലും പശുവിൻ പാലിലും കഴുകിയാണ് സൂക്ഷിക്കേണ്ടതെന്നും പറയപ്പെടുന്നുണ്ട്. നാഗമാണിക്യം കൈക്കലാക്കുന്നത് കൊണ്ട് മാത്രമല്ല സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്നത്, മറിച്ച് നാഗമാണിക്യത്തെ ഒന്ന് തൊട്ടാലോ ഒരു നോക്ക് കണ്ടാലോ ആ മനുഷ്യന് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാവും എന്നൊരു പറച്ചിലും നമുക്ക് ചുറ്റിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. നോവലുകളിലും സിനിമകളിലും മാത്രമല്ല, നമുക്ക് ചുറ്റും ഒരുപാട് വായ്മൊഴികളായും കറങ്ങി നടക്കുന്ന ഇത്തരം കഥകൾ വെറും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. നാഗങ്ങളുടെ തലയിൽ വിഷം കാലാന്തരങ്ങളിൽ ഉറഞ്ഞ് കട്ടിയാവുന്നതിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് നാഗമാണിക്യം എന്ന ഒരു ചൊല്ലും നമുക്കിടയിലുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യ ശരീരത്തിൽ കാൽസ്യം അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ ഉണ്ടാവില്ലേ, അതുപോലെ നാഗങ്ങളുടെ തലയിൽ വിഷം അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന സ്റ്റോണാണ് നാഗമാണിക്യം എന്ന ഒരു വയ്പ് കൂടി ഉണ്ട് കേട്ടോ. അത് തികച്ചും ഒരു തെറ്റായ ധാരണ മാത്രമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. പാമ്പുകളുടെ കവിളിൽ സ്ഥിതി ചെയ്യുന്ന വിഷഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉമിനീരാണ് അല്ലെങ്കിൽ ഒരു സ്രവമാണ് പാമ്പിൻ വിഷം. മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന പാമ്പിൻ വിഷം ഇരയെ ദഹിപ്പിക്കാൻ ഉതകുന്ന സൂടോക്സിൻസ് അടങ്ങിയ ഉമിനീരാണ്. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാമ്പുകൾ നേരിയ തോതിൽ കൊണ്ടു നടക്കുന്ന പാമ്പിൻ വിഷം ഇരയുടെ ശരീരത്തേക്ക് ഈ വെനം അല്ലെങ്കിൽ ഉമിനീർ ഇഞ്ചക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവയ്ക്ക് ദഹനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പാമ്പുകളുടെ തലയിൽ ഈ നേരിയ തോതിലുള്ള വിഷം എങ്ങനെ കട്ടപിടിച്ച് കാലാന്തരങ്ങളിൽ അത് നാഗമാണിക്യമായി മാറുന്നു? പാമ്പിൻ്റെ വിഷസഞ്ചിയിലോ വായ്ക്കകത്തോ ഫണത്തിലോ ഒന്നും ഒരു രത്നവും ഉണ്ടായ ചരിത്രവുമില്ല.
നാഗമാണിക്യം ഈ പ്രപഞ്ചത്തിലേ ഇല്ല എന്നർത്ഥം. ഇംഗ്ലീഷിൽ റൂബി എന്ന് വിളിക്കുന്ന മാണിക്യം തികച്ചും ഒരു പ്രകൃതിജന്യ രാസ സംയുക്തമാണ്. ഇന്ത്യക്ക് പുറമെ പല ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളിലും സൗത്ത് അമേരിക്കയിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും റൂബി എന്നറിയപ്പെടുന്ന ഈ രത്നം കാണപ്പെടാറുണ്ട്. ഇത്തരം രത്നങ്ങൾക്ക് രക്തവർണ്ണമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന നിറഭേദങ്ങളോ ആയിരിക്കും ഉണ്ടാവുക. മാണിക്യത്തിന് ഇത്തരം വർണ്ണങ്ങൾ ലഭിക്കുന്നതിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ചുവന്ന ക്രോമിയം എന്ന കെമിക്കലാണ്. വളരെയധികം വിലപിടിപ്പുള്ള റൂബി എന്ന ഈ രത്നത്തെ വെല്ലാൻ നമ്മുടെ നാട്ടിൽ പല വ്യാജന്മാരും ഇറങ്ങിയിട്ടുണ്ട്. നാഗമാണിക്യം എന്ന് പറഞ്ഞ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് മിനുസപ്പെടുത്തിയ ഗ്ലാസ് ചില്ലുകളും സിന്തറ്റിക് സ്റ്റോണുകളിൽ LED ഘടിപ്പിച്ച് നാഗമാണിക്യമാണെന്ന് പറഞ്ഞ് വിൽക്കുന്നവരും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എന്നിരുന്നാലും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും അറിവും വിവേകവുമുള്ള എത്രയോ ജനങ്ങൾ ഇത്തരം തട്ടിപ്പിൽ പെട്ടുപോകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പാമ്പിൻ്റെ മാളത്തിൽ നിന്നും മാണിക്യം കണ്ടെത്തിയ ചരിത്രങ്ങളുമുണ്ട്. അതെങ്ങനെ കണ്ടെത്തി, എങ്ങനെ ഉണ്ടായി എന്നുള്ള സത്യാവസ്ഥ നിങ്ങളേവരും തിരിച്ചറിയണം. അത് ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നതാണ്. മൂർഖൻ്റെ തല കീറി നാഗമാണിക്യം എന്ന രീതിയിൽ ഒരു കല്ല് പുറത്തെടുക്കുന്ന ദൃശ്യം യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആന്ധ്രാപ്രദേശിലെ ദ ഹിന്ദു റിപ്പോർട്ടറായ സുബ്ബറാവു എന്ന റിപ്പോർട്ടറാണ് ഇത്തരം വീഡിയോകളുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നത്. അതായത് കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന മാണിക്യമെന്ന് തോന്നിക്കുന്ന കല്ലുകൾ പാമ്പിൻ്റെ തലയിൽ മുറിവുണ്ടാക്കി അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ് ഇത്തരം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് പാമ്പിൻ്റെ തല കീറി കല്ല് പുറത്തെടുക്കുന്നതിലൂടെ അത് നാഗമാണിക്യമാണെന്ന് അവിടെ കൂടി നിൽക്കുന്നവരും ആ വീഡിയോ കാണുന്നവരും വിശ്വസിച്ചു പോകുന്നു. അങ്ങനെ ഇതിലെ തട്ടിപ്പിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആരെങ്കിലും വമ്പിച്ച വില കൊടുത്ത് ആ കല്ല് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം തട്ടിപ്പുകൾ ഏറെയും നടക്കാറുള്ളത്. ഇനി നമുക്ക് നാഗങ്ങളുടെ കൂട്ടിൽ നിന്നും നാഗമാണിക്യം എന്ന് കരുതപ്പെടുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന രത്നങ്ങൾ അഥവാ മാണിക്യക്കല്ലുകൾ എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അതിനു മുന്നേ നമുക്ക് ചിതൽപുറ്റിനെ കുറിച്ചറിയാം. എന്താണ് ചിതൽപുറ്റ്? ചിതലുകൾ ഭൂമിക്ക് അടിഭാഗം തുറന്ന് ആ മണ്ണ് ഭൂമിക്ക് മുകളിൽ കൊണ്ടുവന്ന് വായു സഞ്ചാരമുള്ള അറകളായി തിരിച്ച് കൂന കൂട്ടി വയ്ക്കുന്ന ഒരു മൺകൂമ്പാരമാണ് ചിതൽപുറ്റ്. അങ്ങനെയുള്ള ചിതൽപുറ്റിൽ ചിതലുകളെ തിന്നാൻ സ്വാഭാവികമായും അവിടേക്ക് തവള വരും. മാത്രവുമല്ല ആ മാളങ്ങളിൽ എലികൾ ചേക്കേറാനും ചാൻസ് ഉണ്ട്. ഇത്തരം തവളകളെയും എലികളെയും ഭക്ഷിക്കാൻ പാമ്പുകൾ അവിടെ ചേക്കേറുന്നതിലൂടെ ഈ ചിതൽപുറ്റ് പാമ്പുകളുടെ വാസസ്ഥലമായി മാറുന്നു. അങ്ങനെ പാമ്പുകളുടെ വാസസ്ഥലമായ ചിതൽപുറ്റിനുള്ളിൽ എങ്ങനെയാണ് മാണിക്യം വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കാം. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് രാജാക്കന്മാർ നിധികൾ പലയിടങ്ങളിലും കുഴിച്ചിടുമായിരുന്നു. പിൻതലമുറക്കാർക്ക് പോലും ആ നിധി എവിടെയാണ് കുഴിച്ചിട്ടിരുന്നതെന്ന് അറിയാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. പിന്നീട് ഭൂമി കുഴിക്കണ സമയത്ത് പലയിടങ്ങളിൽ നിന്നും നിധികൾ കണ്ടെത്തിയ ചരിത്രമുണ്ട്. അക്കൂട്ടത്തിൽ ഇത്തരം ചിതൽപുറ്റുകളിൽ നിന്നും മാണിക്യം പോലുള്ള വൈരക്കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിതലുകൾ ഭൂമിക്ക് അടി തുറക്കുന്ന കൂട്ടത്തിൽ ഒരു മാണിക്യക്കല്ലോ വൈഡൂര്യമോ രത്നമോ കിട്ടിക്കൂടാ എന്നില്ലല്ലോ. ആ കിട്ടുന്ന ആ കല്ലിനെ മണ്ണ് മുകളിൽ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആ കല്ലും മണ്ണിനോടൊപ്പം ഭൂമിക്ക് മുകളിലേക്ക് കൂനയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓർക്കുക, ആ ചിതൽപുറ്റിൽ തവളയും എലിയെയും കഴിക്കാനായിട്ട് അവിടെ പാമ്പുണ്ടാവും. യാദൃശികമായി ആരെങ്കിലും വന്ന് ഈ ചിതൽപുറ്റ് പൊളിക്കുമ്പോൾ പാമ്പും കാണും, മാണിക്യക്കല്ലും കാണും. അപ്പോൾ എന്താണ് പറയുക? ഇത് നാഗമാണിക്യമാണെന്ന്. എന്ന് കരുതി ഓടി നടന്ന് ചിതൽപുറ്റുകൾ പൊട്ടിച്ച് മാണിക്യക്കല്ല് കണ്ടെത്താമെന്ന് വിചാരിക്കണ്ട. ഇത് യാദൃശികമായി കണ്ടെത്തിയ സംഭവം എന്ന് മാത്രമാണ് പറഞ്ഞത്. മനുഷ്യരുടെ കിഡ്നിയിൽ കാൽസ്യം അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് പോലെ പാമ്പുകളുടെ തലയിൽ വിഷം ഉറഞ്ഞുകൂടി
നാഗമാണിക്യം ഉണ്ടാകുന്നു എന്ന കഥ തികച്ചും കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. നാഗമാണിക്യം എന്ന ഒരു വസ്തുത ഈ ഭൂലോകത്ത് തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും സത്യമായ കാര്യമാണ്. പാമ്പുകളെയും പാമ്പുകളെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങളെയും കെട്ടുകഥകളെയും കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരും എൻ്റെ സ്നേക്ക് റെസ്ക്യൂയിങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരും ആണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്.